കാരക്കുളം മെഡിക്കൽ കോളേജ് വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം പറയുന്നത് അന്ന് കിടരോഗികളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം. അവിടെ ചാൾസ് ഡോക്ടർ ചാർജുള്ള സമയം. അദ്ദേഹം ഇവിടെ നടന്ന് മരുന്ന് കൊടുക്കുന്ന ഒരു ആളായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു 3 പുളിമരങ്ങൾ മരം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു 3 മുറി ബിൽഡിംഗ് മാത്രമേ അന്നുണ്ടായിരുന്നു. ആ കാലഘട്ടം ആണ് നമ്മുടെ ബെനറ്റ് ഡോക്ടർ അവിടെ വന്ന് നഴ്സിംഗ് സ്കൂൾ ആരംഭിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ആദ്യം ജനപിന്തുണയില്ലായിരുന്നു. എന്നാൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾ മുഴുവനും അദ്ദേഹത്തെ വന്ന് കാണുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ചികിത്സയിലൊക്കെ ആളുകൾ തൃപ്തരാകുകയും അതോടൊപ്പം ഒരു മെഡിക്കൽ കോളേജിന് ഒരവസരം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബെനറ്റ് ഡോക്ടർ വളരെ ശ്രമം നടത്തി. അന്ന് എഴുത്തുകുത്തൊക്കെ നടത്തുന്നതിന് ഒരു തങ്കപ്പൻ സാറുണ്ടായിരുന്നു. അദ്ദേഹം ബെനറ്റ് ഡോക്ടറോടൊപ്പം നിന്ന് രാത്രി കാലങ്ങളിലൊക്കെ അവിടെ ഇരുന്ന് പല ഭൂമികൾ വാങ്ങുന്നതിനും അതിൻ്റെ കരാർ എഴുതി കൊണ്ടുവരുന്നതിനൊക്കെ രാത്രി 2 മണി 3 മണിക്കൊക്കെ ബെനറ്റ് ഡോക്ടർ ആ റൂമിൻ്റെ വരാന്തയിൽ ഇരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ കരാറ് കൊണ്ടുവന്ന് ഞാൻ ഡോക്ടറെ കയ്യിൽ കൊടുക്കുമ്പോൾ ഡോക്ടർ വളരെ സന്തോഷത്തോടുകൂടി അതിനെ വാങ്ങിച്ച് ഇതിന് പണം കൊടുത്ത് അതിനെ സ്വന്തമാക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അന്ന് ആദ്യം അവിടെ ഇതിൻ്റെ തറക്കല്ലിട്ടത് ഗ്ലാസ്റ്റൺ തിരുമേനിയാണ്. അന്ന് ഞങ്ങൾ ഒരു 10-50ഓളം ആളുകൾ അവിടെ ഒരുമിച്ച് കൂടി ആ ചടങ്ങിൽ പങ്കെടുത്ത് അടുത്ത ഘട്ടങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഡോക്ടർ നിർദ്ദേശിച്ചു. അതനുസരിച്ച് തന്നെ മറ്റു പരിപാടികളിൽ ഇവിടെ ഒരു ദിവസം നിശ്ചയിച്ചാണ് ഗ്ലാസ്റ്റൺ തിരുമേനി വന്ന് തറക്കല്ലിട്ടത്. ഡോക്ടർക്ക് ഗ്ലാസ്റ്റൺ തിരുമേനിയുടെ പൂർണ്ണമായ സപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് മഹായിടവ സെക്രട്ടറി എന്ന് പറയുന്നത് നമ്മുടെ ദേവനേശൻ സാറായിരുന്നു. അദ്ദേഹം ഈ തിരുമേനിയുമായിട്ട് നല്ല ചേർച്ചയിലല്ലായിരുന്നു. അതുകൊണ്ട് പലതിനും ദേവനേശ് സാറിനെ അടുപ്പിക്കില്ലായിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതിന് മാറ്റം വന്നു. സാറ് സജീവമായിട്ട് രംഗത്ത് വന്ന് ഗ്ലാസ്റ്റൺ തിരുമേനിയായിട്ട് ബന്ധപ്പെട്ട് ഓരോ പണികളും ഘട്ടം ഘട്ടമായി. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഗ്ലാസ്റ്റൺ തിരുമേനിയുടെ നല്ല കാലഘട്ടമാണ്. ആ തറക്കല്ലിട്ടപ്പോൾ തന്നെ ധാരാളം ആളുകൾ അദ്ദേഹത്തെ പ്രശംസിക്കുകയും തുടർന്ന് അതിലെവിടെയോ ഒരു ചെറിയ അപാകത വന്നു. രാമൂലമൃതൻ തിരുമേനി വിദേശത്തു നിന്ന് ധാരാളം പണം ചെക്കായിട്ടും ക്യാഷായിട്ടുമൊക്കെ ഗ്ലാസ്റ്റൺ തിരുമേനി ഏൽപ്പിച്ചു. മെഡിക്കൽ കോളേജ് വന്നതിൻ്റെ പ്രധാന കാരണം ഡോക്ടർ ബെനറ്റ് ഡോക്ടറാണ്. അദ്ദേഹം ഇതിൻ്റെ അന്ന് പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹവും ഞാനും കൂടെ 4ാമത്തെ നിലയിൽ കയറി അന്ന് കമ്പി കെട്ടി വിട്ടിരിക്കുകയായിരുന്നു. അന്ന് അദ്ദേഹം പടിഞ്ഞാറ് അറേബ്യൻ കടലാണ്, വടക്ക് നമ്മുടെ സഖ്യപർവ്വതമാണ്. ഇതിൻ്റെ ഇടഭാഗത്താണ് ഈ CSI മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുമായിരുന്നു. അപ്പോൾ ആ സ്ഥലത്ത് ഞങ്ങൾ 4ാമത്തെ നിലയിൽ കയറി നിന്ന് കമ്പി കെട്ടിക്കൊണ്ടിരുന്നു. അന്ന് രാത്രി കമ്പി കെട്ടി പൂർണ്ണമാക്കുകയും രാവിലെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട ബെനറ്റ് ഡോക്ടർ അന്ന് കർണം പിച്ചെന്ന് സാമ്പത്തികമില്ല എന്ന അത്രയും ഭാഗം കോൺക്രീറ്റ് ചെയ്യണം. ഇതൊക്കെ മനസ്സിൽ അദ്ദേഹം എണ്ണി പറയുമായിരുന്നു. ഏതോ വിധത്തിലൊക്കെ പണം പിച്ചെന്ന് കോൺക്രീറ്റിനുള്ള പൈസ ഏതോ വിധത്തിലൊക്കെ അങ്ങ് വന്നു. അദ്ദേഹം സന്തോഷവാനായി. വൈകുന്നേരം 4 മണി 5 മണിയായപ്പോൾ കോൺക്രീറ്റ് പൂർണ്ണമാക്കി. 2-4 സെക്ഷൻ ആളുകൾ ഒരുമിച്ച് നിന്ന് പണിയാനുള്ള അവസരമുണ്ടായി. ഇന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി കാരക്കുളം മെഡിക്കൽ കോളേജ് വളർന്നതിൽ എനിക്കും സന്തോഷമുണ്ട്. ഞാൻ അന്ന് ഡിസ്ട്രിക്ട് കൗൺസിൽ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് അന്ന് ബെനറ്റ് ഡോക്ടർ നിരന്തരം എന്നെയും നമ്മുടെ ബഹുമാനപ്പെട്ട ക്രിസ്ത്യൻ സാറിനെയും ഒക്കെ വന്ന് കണ്ട് ഇതിനുള്ള അവസരം ഉണ്ടാക്കി. ഇതിൻ്റെ പിന്നെ ക്രിസ്ത്യൻ സാറും അതിനുവേണ്ടി കഠിനാധ്വാനങ്ങളിൽ ഡോക്ടറോടൊപ്പം നിന്ന് ഡോക്ടറെ സഹായിച്ചിട്ടുണ്ട്. പല ദിവസങ്ങളിലും ശ്രീകാര്യത്ത് ഞങ്ങൾ രണ്ടുപേരുമായി പോയി പുതിയ കാര്യങ്ങൾ ഡോക്ടർ പറയുന്നതിനെ കേൾക്കുകയും അതനുസരിച്ച് ഇവിടെ പ്രവർത്തിക്കാനുള്ള അവസരം പറഞ്ഞ ആളുകൾക്കൊക്കെ ഉണ്ടായി. അന്ന് ക്രിസ്ത്യൻ സാറ്, ഞാൻ, ഒരു തങ്കപ്പൻ സാറ് തുടങ്ങിയ ആളുകളാണ് ഇതിന് സജീവമായിട്ട് വന്നത്. ഈ സ്ഥാപനം വന്നപ്പോൾ അവിടെ ലാസ്റ്റ് ഗ്രേഡിലെ ജീവനക്കാർ
20 രൂപ ശമ്പളത്തിലാണ് ഈ അവിടെയുള്ള മണ്ണുകളൊക്കെ മാറ്റി ഒരു നിരപ്പായ സ്ഥലം സൃഷ്ടിക്കുകയും വേതനമായിട്ട് 20 രൂപയാണ് ഒരു ദിവസത്തെ ശമ്പളം. ഞാൻ ഒരു 3 വർഷക്കാലം അതിൻ്റെ ചുമതല വഹിച്ചിരുന്നു. അന്ന് ആളുകൾക്ക് 20 രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഡോക്ടർ ഒന്ന് പറയും അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ശമ്പളം കൃത്യമായി കൊടുക്കണം. അങ്ങനെ ഒരു 2-3 വർഷം ഞാൻ തന്നെ ഒരു വിഭാഗത്തിൻ്റെ ചുമതല വഹിച്ചിരുന്നു. തുടർന്ന് ഇന്ന് എല്ലാ വിധത്തിലുമുള്ള PG കോഴ്സുകൾ വന്നു കഴിഞ്ഞു. നേഴ്സിംഗ് വിഭാഗം വളർന്നു. മറ്റെല്ലാ വിധത്തിലും ഡോക്ടറെ കുറിച്ച് അറിയപ്പെടുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ അവിടെ ഉണ്ട്. ഇവിടുന്ന് തന്നെ ഒരു ഹാർട്ട് പേഷ്യൻ്റ് അവിടെ പോയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞാണ്. ഇന്നലെ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ നിങ്ങളെന്താ ഇവിടെ പോയത്? ഞാൻ തുടങ്ങിയ കാലം തൊട്ടേ ഇവിടെയാണ് പോകുന്നത്. അത് എനിക്ക് നല്ല അനുഗ്രഹമായ ചികിത്സ അവിടെ കിട്ടുന്നു. ഓരോ വിഭാഗത്തിൻ്റെ ആളുകൾ വന്ന് പരിശോധിക്കുകയും എനിക്ക് ആ ചികിത്സ എനിക്കിത് വളരെ പ്രയോജനപ്പെട്ടു. ഇന്ന് എണീറ്റ് നടക്കാനുള്ള സൗകര്യം എനിക്ക് കിട്ടിയത് ഈ ആശുപത്രിയാണ്. പിന്നെ സർക്കാർ ആശുപത്രിയിൽ പോകാമായിരുന്നു. അവിടെയും മരുന്നുകളെല്ലാം കുറിച്ച് കൊടുക്കും, വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം. ഇവിടെ അത് വേണ്ട. അവിടെ അവർ ഇൻഷുറൻസൊക്കെ ഉള്ളവർക്ക് സൗജന്യമായി കിട്ടുന്നു. എനിക്ക് വളരെ തുച്ഛമായ പൈസ അടയ്ക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് അദ്ദേഹം പറയണം. അങ്ങനെ സമൂഹത്തിൽ ആശുപത്രിയെക്കുറിച്ച് നല്ല ഒരു അഭിപ്രായം ജനങ്ങളുടെ ഇടയിലുണ്ട്. ഇതിനെല്ലാം അവസരം ഉണ്ടാക്കിയതും പ്രവർത്തിച്ചതും അതിന് നേതൃത്വം വഹിച്ചതുമൊക്കെ നമ്മുടെ ഡോക്ടർ ബെനറ്റാണ്. അദ്ദേഹം ഇവിടെ വരികയും ഈ ആശുപത്രിക്ക് നേതൃത്വം നൽകുകയും ഇവിടെയുള്ള സാധാരണക്കാരന് അവസരങ്ങൾ ചികിത്സയ്ക്ക് നൽകി കൊടുക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിലാണ് ഡോക്ടർ ബെനറ്റ് ഡോക്ടറാണ് ഇതിനെല്ലാം കാരണക്കാരനായി മാറിയത്. അദ്ദേഹം ഇന്ന് ഈ സ്ഥലത്തുള്ള ആളുകളുടെ ഒരു ആശ്രയ കേന്ദ്രമായി ഇന്ന് നമുക്ക് കാണാൻ കഴിയും. എല്ലാ രംഗങ്ങളിലും അദ്ദേഹം ഉണ്ട്. അവിടെ ചികിത്സയ്ക്ക് പോകുന്ന ആളുകൾ മോശമായ ഒരു അന്തരീക്ഷം പറയുന്നില്ല, നല്ലത് എന്ന് മാത്രമേ പറയുന്നു.